ഓപ്പറേഷൻ സിന്ദൂർ ട്രെയിലർ മാത്രമെന്ന് കരസേന മേധാവി. ഏത് ആക്രമണത്തിനും തിരിച്ചടി ഉണ്ടാകുമെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി മുന്നറിയിപ്പ് നൽകി. ചാണക്യ ഡിഫൻസ് ഡയലോഗിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പാകിസ്ഥാന് താക്കീതും മുന്നറിയിപ്പും നൽകുന്ന പ്രതികരണങ്ങൾ നടത്തിയത്. ഇന്ത്യയിൽ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് വ്യക്തമാക്കിയ ദ്വിവേദി ഇത് വെച്ചുപൊറുപ്പിക്കാനാവില്ല എന്ന് അസന്നിഗ്ധമായി പറയുകയുണ്ടായി. ഇന്ത്യ എപ്പോഴും പുരോഗതിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. രാജ്യം വികസനത്തിന്റെ പാതയിലാണ്. ആ പാതയിൽ ആരെങ്കിലും തടസ്സം സൃഷ്ടിച്ചാൽ അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതായി വരും എന്നും ജനറൽ ദ്വിവേദി പറഞ്ഞുവെച്ചു. അതോടൊപ്പം തന്നെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് രാജ്യത്തിനറിയാം എന്നും അദ്ദേഹം പറയുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെയും ഭീകരവാദ സംഘടനകളെ പോലെ തന്നെയാണ് സമീപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ താക്കീതും മുന്നറിയിപ്പുമാണ് പാകിസ്ഥാന് ദ്വിവേദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ട്രെയിലർ മാത്രമായിരുന്നുവെന്നും അത് 88 മണിക്കൂറിൽ അവസാനിച്ച ഒരു സൈനിക നടപടിയാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. പാകിസ്ഥാൻ ഇനിയും പ്രകോപനവുമായി വന്നാൽ എങ്ങനെയാണ് ഒരു അയൽ രാജ്യത്തോട് നല്ല രീതിയിൽ പെരുമാറേണ്ടത് എന്ന് ഇന്ത്യ പഠിപ്പിക്കും എന്നുകൂടിയായിരുന്നു ജനറൽ ദ്വിവേദിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം. मैं तो ये कहना चाहूँगा कि मूवी शुरू भी नहीं हुई थी, सिर्फ एक ट्रेलर दिखाया गया था और ट्रेलर के बाद 88 घंटे में वो ट्रेलर ख़त्म हो गया था. तो आगे आने वाले हालात कैसे होंगे ये इसके बारे में हम पूरी तैयारी करके बैठे हुए हैं और अगर कोई ऐसा हमें मौका देता है पाकिस्तान तो हम उसको भरपूर एक शिक्षा प्रदान करना चाहेंगे उसको कि कैसे एक जिम्मेवार नेशन को अपने പടോസിയോ से ബിഹേവ് करना चाहिए. ജമ്മു കാശ്മീരിൽ സൈന്യത്തിന് കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നുണ്ട് എന്നും കാശ്മീരിലെ സാഹചര്യം മാറിയതായും അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ച് 2019 മുമ്പ് പലപ്പോഴും സൈനികർക്ക് നേരെ കല്ലേറുണ്ടാകുന്നത് പതിവായിരുന്നു. എന്നാൽ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ അങ്ങനെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സൈന്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് സൈന്യത്തിൽ വിശ്വാസമാണ് എന്നും ദ്വിവേദി പറയുകയുണ്ടായി. ഒപ്പം ചൈനയുമായുള്ള ബന്ധം ഇപ്പോൾ കൂടുതൽ ശക്തമാകുന്നുണ്ട് എന്നും ജനറൽ ദ്വിവേദി പറഞ്ഞു. പ്രത്യേകിച്ച് 2024 ഒക്ടോബറിന് ശേഷം ഇന്ത്യയും ചൈനയും നടത്തിയ സർക്കാർ തലത്തിലുള്ള ചർച്ചകൾ ആണ് ഈ പുരോഗതിയിലേക്ക് നയിച്ചത് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയുമായി ചർച്ചകൾ തുടരുന്നുണ്ട് എന്നും അത് അതിർത്തി സംഘർഷങ്ങളെ ഇല്ലാതാക്കുമെന്ന പ്രതീക്ഷയും ജനറൽ ദ്വിവേദി പങ്കുവെക്കുകയുണ്ടായി. ജനറൽ ദ്വിവേദിയുടെ വാക്കുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തും ആത്മവിശ്വാസവും ഉയർത്തുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്.